റമദാൻ മാസം നമുക്ക് സംഭവിച്ചേക്കാവുന്ന ഒരു തെറ്റാണ് കൂടുതലായിട്ടുള്ള ഉറക്ക്. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തളർത്തുന്നതാണ്. അഥവാ റമദാനിലെ കല്യാണം, പരിപാടികൾ, സൽക്കാരങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇഫ്താറിന്റെ വൈകുന്നേരത്തുള്ള ആ ഒരു എൻഗേജ്മെന്റ് അല്ലാതെ തിരക്കുകളൊക്കെ പൊതുവെ കുറവായിരിക്കും. മാത്രമല്ല നോമ്പിന്റെ കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം ക്ഷീണം ഉണ്ടാവും. അപ്പൊ ക്ഷീണവും ഒഴിവ് സമയവും രണ്ടും കൂടെ കൂടി കിട്ടുമ്പോൾ നമ്മൾ വിശ്രമിക്കാനും ഉറങ്ങാനൊക്കെയാണ് പരമാവധി നമ്മുടെ ശരീരം നമ്മളോട് ആവശ്യപ്പെടുക. അതിനനുസരിച്ച് നമ്മൾ നിന്നു കൊടുത്താൽ, അതിലൂടെ കൂടുതൽ ഉറക്കിന് നമ്മൾ അടിമപ്പെടുകയും ചെയ്താൽ, ഇസ്ലാമിക വീക്ഷണപ്രകാരം കൂടുതലുള്ള ഉറക്ക്, കഥറത്തുൻ നൗം എന്ന് പറയുന്ന കൂടുതലുള്ള ഉറക്ക് ഹൃദയത്തെ കഠിനമാക്കുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിന് കനം അഥവാ ഫാറ്റ് ശരീരത്തിൽ കൂടുതൽ ഉണ്ടാക്കി തീർക്കുന്നതുമാണ്. ഈ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് സ്നേഹം, വാത്സല്യം, ദയ, കാരുണ്യം. ഇതൊക്കെ കൂടുതൽ ഉറങ്ങുന്ന ആളുകൾക്ക് കുറവായിരിക്കും. അവരുടെ ഹൃദയത്തിൽ അതൊക്കെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും. ഇസ്ലാം ഉറക്കിനെ പരിചയപ്പെടുത്തുന്നത് വിശ്രമമായിട്ടാണ്. വജഅൽനാ നൗമക്കും സുബാത്ത, ഉറക്കിനെ നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നു എന്നാണ്. അപ്പൊ വിശ്രമത്തിന്, ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒന്നിച്ചുള്ള വിശ്രമത്തിന് ഉതകുന്ന രൂപത്തിലുള്ള ഉറക്കാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. ഇന്ന് പൊതുവെ കാണപ്പെടുന്നത് രാത്രി വൈകി ഉറങ്ങുകയും ബാക്കി ഉള്ള പകൽ സമയങ്ങളിൽ ബാക്കി ഉറക്ക് തീർക്കുകയും എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ശരീരത്തിന് വലിയ ഉപകാരമൊന്നുമില്ല എന്ന് സയൻസ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. രാത്രിയിലുള്ള ഉറക്കാണ് ഹെൽത്തി. അതിനപ്പുറത്ത് അതിന്റെ സ്ഥാനത്ത് പകൽ എത്ര ഉറങ്ങിയാലും, 2 ദിവസം പകൽ ഉറങ്ങിയാലും ഒരു രാത്രിയുടെ സ്ഥാനത്തുള്ള ഉറക്കിന് പകരാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇസ്ലാം വിമർശിച്ച ചില ഉറക്കുകളുണ്ട്. അത് സുബഹിന്റെ ശേഷം ഉദയത്തിന് മുമ്പുള്ള ഉറക്കാണ്. അത് ഈ റമദാനില് പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഒരു 3:30-4 മണിക്ക് അത്താഴത്തിന് എഴുന്നേറ്റ് പിന്നെ അത്താഴത്തിനുള്ള ഒരുക്കി പിന്നെ ക്ഷീണാണ്, പിന്നെ പെട്ടെന്ന് സുബഹി നിസ്കരിച്ച് കിടക്കാം എന്നൊരു ടെൻഡൻസിയിലേക്ക് വരുമ്പോൾ അത് ഈ പറയുന്ന വിമർശിക്കപ്പെടുന്ന, വെറുക്കപ്പെടുന്ന ഉറക്കിന്റെ കൂട്ടത്തിൽ ഇസ്ലാം എണ്ണിയതാണ്. രാത്രി മുഴുവൻ നിസ്കരിച്ച ആളാണ്, ഉറങ്ങാതെ നിസ്കരിച്ച ആളാണ്, അയാൾക്ക് പോലും ഉദയത്തിന്റെ മുമ്പ് സുബഹിന്റെ ശേഷം ഉറങ്ങാനുള്ള അധികാരമില്ല. ആ സമയം റിസ്ക് വിതരണം ചെയ്യപ്പെടുന്ന, ഓരോരുത്തർക്കുള്ള ഉപജീവനം വിതരണം ചെയ്യപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് ഉറങ്ങരുത് എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ അസറിന് ശേഷം മഗ്രിബിന്റെ തൊട്ടുടനെയുള്ള സമയം, ഇതൊക്കെ ഇസ്ലാം ഉറങ്ങരുതെന്ന് പറഞ്ഞ സമയമാണ്. എന്നാൽ ഇസ്ലാം ഉറങ്ങാൻ പറഞ്ഞ ഒരു സമയമുണ്ട്, അത് സുന്നത്താണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, ഖീലു ഫഇന്ന ശയാത്തീന ലാ തഖീൽ, നിങ്ങൾ ഖൈലൂലത്ത് ഉറങ്ങിക്കോളൂ, അത് ശൈത്താന്മാർ ചെയ്യാത്ത പണിയാണ്. ഏതാണ് ഈ ഖൈലൂലത്ത്? ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണ്. ളുഹറിന്റെ മുമ്പ് ഒരു അരമണിക്കൂർ, ഇനി 10 മിനിറ്റ് ആണെങ്കിലും ആ സമയം ഉറങ്ങുന്നത് നല്ലതാണ്. അത് ശരീരത്തിനും മനസ്സിനും ഒന്ന് റിലാക്സ് ആവാൻ നല്ലതാണ്. കാരണം 4 മണിക്ക് എഴുന്നേറ്റ് രാത്രി 9 മണിക്ക് ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഉച്ചക്കുള്ള ളുഹറിന്റെ മുമ്പുള്ള 12 മണി, 11:30, 11:45 സമയം എന്ന് പറയുന്നത് കൃത്യമായി സെന്ററിൽ വരുന്ന, നടുവിൽ വരുന്ന സമയമാണ്. അഥവാ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, 9 മണിക്ക് ഉറങ്ങുന്നു, അതിനിടക്ക് ഒരു നേർപകുതിയിൽ വരുന്ന സമയമാണ് ഈ പറയുന്ന ഖൈലൂലത്തിന്റെ സമയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാന്മാർ പഠിപ്പിക്കുന്നത് തന്നെയാണ്, ഈ ഖൈലൂലത്ത് ഉറങ്ങുന്നതിന്റെ ലക്ഷ്യം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. രാത്രി നേരത്തെ ഇശാ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ച് നേരത്തെ ഉറങ്ങി, പിന്നെ രാത്രിയുടെ അവസാന ഭാഗമാകുമ്പോഴേക്ക് നേരത്തെ ഉണർന്ന് ആ സമയത്ത് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും മാനസികമായും ശാരീരികമായും ഉണർവ് കിട്ടാൻ ഈ ഖൈലൂലത്തിന്റെ ഉറക്ക് നല്ലതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ആ സമയത്ത് നമ്മളിനി സാധാരണ ഉറങ്ങാറുണ്ടെങ്കിലും ഇതിന്റെ ഖൈലൂലത്തിന്റെ ഉറക്കാണെന്ന് കൂടെ കരുതിയാൽ അതിന് സുന്നത്തിന്റെ പ്രതിഫലം കൂടെ കിട്ടും. അത് നോമ്പിന്റെ സമയത്താകുമ്പോഴോ അതിന് ഒരു ഫർദിന്റെ കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരിക എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ റമദാനിൽ, ഇനി വരുന്ന റമദാനുകളിലൊക്കെ ഉറക്ക് നമ്മൾ നന്നായി നിയന്ത്രിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇസ്ലാം ഉറങ്ങരുതെന്ന് പറഞ്ഞ സമയത്ത് ഉറങ്ങാതിരിക്കുകയും ഖൈലൂലത്ത് പരമാവധി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിർവഹിക്കുകയും, അതുപോലെ ഇസ്ലാം നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഹെൽത്തിനും ഒക്കെ നല്ലതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.